മധു, നീ എന്നാടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? മധു, നിനക്ക് ഫുഡൊന്നും വേണ്ടേ? എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? അമ്മ നോക്കേ, അവന്റെ കല്യാണം കഴിഞ്ഞു. നീ ഇപ്പോഴും ഇവനെ ആലോചിച്ചിരിക്കുന്ന? ഞാൻ ആലോചിച്ചൊന്നിരിക്കണമൊന്നുമില്ല. പിന്നെ അമ്മ എന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് അല്ല അതാ. അതുകൊണ്ട് ഞാൻ മറക്കാൻ നോക്കി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും. ഈ കോന്തനെക്കാട്ടി നല്ല പയ്യന അമ്മ മൂക്ക് ശരിയാക്കി തരും. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറ. എനിക്ക് ഇവിടുന്ന് ഒന്ന് മാറി നിക്കണം. ഞാൻ അതിന് UK വിസന്റെ കാര്യം അപ്ലൈ ചെയ്ത കാര്യം എനിക്ക് അറിഞ്ഞൂടെ? അതറിയാം. അതിനിപ്പോ എന്താ? അതെ, ഏജൻസിക്കാര് വിളിച്ചിട്ടുണ്ടായി. 25,000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ പ്രോസസിങ് ഫീ ഒക്കെ ആയിട്ട്. അതടക്കണല്ലോ, ഫ്രീ ആയി പോവാൻ പറ്റില്ലല്ലോ. അത് നാളെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. നാളെ പൈസ അടക്കാൻ ഇന്നാന്നോടി പറയല്? അമ്മ ഞാൻ IELTS എന്നൊക്കെ പറഞ്ഞു കൊറേ പൈസ കളഞ്ഞില്ലേ, അത് കാരണം എനിക്ക് ഭയങ്കര ചമ്മലായിട്ടാ പറയാ. ഞാൻ ശരിയാക്കി തരുമോ? നോക്കാം. അച്ഛനോട് പറയോ? എന്നാലും എങ്ങനെയെങ്കിലും നോക്കാം. നോക്കാമല്ല, എന്തായാലും ശരിയാക്കി തരണം പ്ലീസ്. അതന്നെയല്ലേ പറയുന്നത്, ശരിയാക്കി തരൂന്ന്. ഇനി ഭക്ഷണം കഴിക്ക, ഫോൺ എടുക്ക്. എന്റെ സോപ്പിടലുണ്ടല്ലോ, അത്ര സോപ്പിടൽ എന്നോട് വേണ്ടട്ടാ. എത്ര നേരമായി നോക്കി നിൽക്കുന്നു, കാണുന്നില്ലല്ലോ. ഒന്ന് വന്നൂടെ? മടുത്തു മനുഷ്യൻ. ചേച്ചിന്റെ ഫ്രണ്ടിൽ നടക്കണോണ്ട് നീ ഫ്രണ്ടിലോട്ട് നടക്കും. അല്ല അച്ഛമ്മ, അച്ഛമ്മ എന്നെ കുറെ നേരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നു. ആരെ നോക്കിയിരിക്കുക? ഞാൻ ആരെ നോക്കി എന്തിനാന്നിരിക്കുന്ന നിനക്കറിയണോ? ചോദിച്ചതാ. ഓ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു നോക്കിയിരിക്കുക പിള്ളേർ. അവല ഇവളിത് എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുന്നു? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? നല്ല വിശപ്പാടി, കഴിക്കാൻ ബിസ്ക്കറ്റ് നോക്കിയതാ. അത് എവിടെ കൊണ്ട് വെച്ചു നീ? അത് ഞാൻ എടുത്തരാം. എന്താ? ഞാൻ എടുത്തരാം. മേടിച്ചോണ്ട് വരാൻ ഞാനും ഒളിച്ചു വെക്കാൻ നീയും. ഞാൻ ഒളിച്ചൊന്നും വെച്ചൊന്നല്ലപ്പാ. പൊളിക്കണോ? ഇപ്പൊ വിചാരിച്ച പോലൊന്നും അല്ല, സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹമെല്ലാം ഉണ്ട്. ഒരിച്ചിരി കട്ടങ്കാപ്പിട് ഇട്ട് തരാമോ? ആ, ഇതിങ്ങനെയല്ലേ, ഇങ്ങനെയാ തോന്നുന്നു. മാറിപ്പോ അതല്ല, സ്നേഹം വരുമ്പോ തെറ്റ് പറ്റും. പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു 25,000 രൂപ വേണമായിരുന്നു. 25,000 രൂപ. ഇത് തന്നതിന്റെ നന്ദിയായിട്ടാണോ? അതൊന്നല്ല. എടി എവിടുന്നാണ് 25,000 രൂപ? മധുയുടെ വിസയുടെ ആവശ്യത്തിന്. എന്തിന്? അവൾക്ക് UK പോയെ. അത് ചിരിക്കുന്ന നിനക്ക് പോലെ വട്ടം ഉണ്ടോടി? അവള് വിസ എടുക്കാൻ പോകുന്നില്ല, UK കൊണ്ട് പോകാനും പോകുന്നില്ല, ഞാനൊട്ട് 25,000 രൂപ തരാനും പോകുന്നില്ല. നിങ്ങളോട് പറയാൻ പറഞ്ഞ എന്നെ വേണം പറയാൻ. അത് നിങ്ങൾ അമ്മ കൊണ്ട് കൊടുക്ക്. നീ എന്ത് പടി എന്ത് പറയുമ്പോൾ എൻ്റെ അമ്മയെ പറയുന്നത്? നീ ഇപ്പൊ 25,000 രൂപ എന്നോട് ചോദിച്ചു. കാജ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അമ്മയെ സോപ്പിട്ടേ പറ്റുള്ളൂ. മര്യാദക്ക് അടങ്ങിയത് ഇങ്ങനെയൊക്കെ നിൽക്ക്. അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് എന്റെ പോക്കും. അവക്ക് എന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. എടി വിവരം വേണ്ടേ തള്ളക്ക്? കൊച്ചിന് വിവരക്കേട് പറയാം, കൊച്ചാ അവക്ക് പറയാം. തള്ളക്ക് വിവരം വേണ്ടേ? അവള് ലണ്ടനിൽ പോയി എന്തുണ്ടാക്കാൻ പോവാ? ജോലിയുടെ ആവശ്യത്തിനല്ലേ ചോദിക്കുന്നത്. എനിക്ക് എന്ത് ജോലിയാണ് അവൾക്ക് ഇവിടെ കിട്ടുന്നത്? ഇതൊക്കെ അന്വേഷിക്കണം. അവൾ എന്താ പഠിച്ച ആ ജോലിക്കായിരിക്കും പോകുന്നത്. ഒരു കോപ്പുമില്ല. ഞാൻ അവളോട് ചോദിച്ചതാ. അവൾക്കൊരു പഠിച്ചൊന്നും അല്ല കിട്ടാൻ പോകുന്നത്. അവളുടെ ഒരു മോഹം ചുമ്മാ ലണ്ടനിൽ പോകാൻ വേണ്ടി. പിന്നെ ചുമ്മാ ലണ്ടനിൽ പോകാൻ 25,000 മുടക്കിട്ട് പോകാൻ നിൽക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരം നിൽക്കുകയല്ലേ, കുലിക്ക് 25,000 രൂപ ഉടനെ കൊടുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് തരാൻ പറ്റുമോ? എന്റെ ഇല്ല. എപ്പോഴാ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുള്ളത്? എന്റെ ഉള്ളപ്പോഴൊക്കെ നീ കൊണ്ടുപോയിട്ടുമുണ്ട്. ഉള്ളപ്പോഴൊക്കെ നീ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. കൊണ്ടുപോയിട്ട് എവിടെയാ വെച്ചിട്ടുള്ളത്? എനിക്കറിയാം. നീ തന്നെ ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാണ് നടത്തുന്നത്? ഞാനല്ലേ നടത്തുന്നത്. പിന്നെ നമ്മളെ മക്കളെ കാര്യം നിങ്ങളോടല്ലാണ്ട് പിന്നെ ആരോടാ പറയേണ്ടത്? ഞാൻ
ഇനി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നീ അവളോട് ചോദിക്കണം എന്തുവാ ലണ്ടനിൽ പോയി ചെയ്യാൻ പോകുന്നതെന്ന്. നമുക്ക് അതിനുള്ള ഉത്തരവാദിത്തം. എന്നാ കാട്ടി നല്ലോണം പഠിച്ച പെൺകുട്ടിയല്ലേ അത്. അവക്ക് എന്തെങ്കിലും എല്ലാം ചെയ്യാനുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇതാ കുഴപ്പം. പഠിച്ചതുകൊണ്ട് അവക്ക് എന്തും പറയാം. നീ ഒട്ടും അന്വേഷിക്കത്തുമില്ല, എന്നെ കിട്ടത്തൊന്നുമില്ല. അല്ലെങ്കിലും പൈസക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് 100 ന്യായങ്ങളാണ്. എന്തൊരു സ്വഭാവമാണ് ഇത്. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അതിലങ്ങോട്ട് കൊട്ടിച്ച് ബുദ്ധി നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ ഒരുമാതിരി പുച്ഛിക്കുക. എന്റെ സ്വഭാവം അത്രയെല്ലാം നന്നായാൽ മതി. നിങ്ങളത് നല്ലതാണല്ലോ. എന്റെ നല്ലതാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിന്റേത് ചീത്തയാവണ്ടെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഉമ്മ പിള്ളേരെന്ത് പറഞ്ഞാലും ഞാൻ ആരാമാരെ മക്കളെ കാര്യം എന്നല്ല പറയുന്നത്, എന്റെ മക്കളെ കാര്യമാണ് പറയുന്നത്. ഒരു പെങ്കൊച്ചല്ലേ, അവളുടെ ജീവിതത്തെ കുറിച്ച് എനിക്ക് നിനക്ക് ഉത്തരവാദിത്തം വേണ്ടേ? അവൾ എവിടെ പോകുന്നു, അവൾ എന്ത് ചെയ്യുന്നു, അവൾ എന്തിനാ പോകുന്നത്, ഇതിനെ കുറിച്ച് നീ അന്വേഷിക്കണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ എന്നിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. മക്കൾക്ക് നല്ല ഡ്രസ്സ് ഉണ്ടോന്ന് പോലും നിങ്ങൾ എന്നോട് അന്വേഷിക്കാറില്ല. എന്നിട്ടാണ് ഡയലോഗ്. എന്തോ ആ രാവിലെ രണ്ടും കൂടി ഇവിടെ കളഞ്ഞ് ഒച്ചയും ബഹളോ. നിന്നെ ആരാടെ ഇങ്ങോട്ട് വിളിച്ചേ? ശരി, നിങ്ങളല്ലേ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത് PSC എഴുതാനും പഠിക്കാനെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറെ പഠിക്കുന്നുണ്ടല്ലോ നീ. പിന്നെ പഠിക്കാം. എന്നാ ഞാൻ പോയി ചെടി മരമൊക്കെ നോക്കി ഞാൻ അവിടെ അങ്ങനെ ഇരുന്നോടാ. ഈ വീടും സ്ഥലമൊക്കെ എന്റെ അമ്മ എഴുതി തരണമെങ്കിൽ നിനക്ക് സർക്കാർ ഉദ്യോഗം വേണം. അതുകൊണ്ട് മക്കൾ മര്യാദക്ക് വരുന്ന പഠിച്ചു. അതല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ആരാണ്ട് വരുന്നേം പോകുന്നതെല്ലാം കാര്യം. അതെന്തോ അത് നിന്റെ അമ്മയ്ക്ക് രാവിലെ ബോധോദയം ഉണ്ടായി. നിന്റെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ലണ്ടനിൽ പഠിക്കാൻ പോകണമെന്നും അതിന് ഞാൻ 25,000 രൂപ കൊടുക്കണോ. മധു ലണ്ടനിൽ പോകുന്ന എന്നാ നിന്റെ അമ്മ പറയുന്നത്. അമ്മ എന്നാ എനിക്ക് പോണം നോക്കല്ലേ. നിന്റെ അച്ഛമ്മ എടുത്തു വെച്ചാൽ അവിടെ ജോലി. എന്തു വീണ്ടും എന്റെ അമ്മ കുറ്റം പറയുന്നത് നിർത്തിക്കോണം കേട്ടോ. അവളെ കാട്ടിലും എനിക്ക് എന്തുകൊണ്ട് യോഗ്യത ഉണ്ടല്ലോ UK പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. മര്യാദക്ക് ഇവിടെ നിന്ന് PSC ടെസ്റ്റ് എഴുതി സർക്കാർ ഉദ്യോഗം മേടിക്കാൻ നോക്കും. UK ഉണ്ടല്ലോ ഗവൺമെന്റ് സർക്കാരോ. നീ എവിടെയും പോകുന്നില്ല, ഇവിടെ വന്നാ മതി. ഇതൊരു കഷ്ടം. അവർക്ക് നോക്കി എനിക്കും പോവാം. പിന്നെ ഞാൻ ചോദിച്ചു 25,000 രൂപ തരാൻ പറ്റും. ശരി, നീ പോയേ. ബിസ്ക്കറ്റ് കിട്ടിയില്ലേ? 25,000 രൂപ തരാൻ പറ്റുമോ? ആ മോഹവേ, നീ ഗോപി വരച്ചോണ്ടിരുന്നാ മതി. കട്ടൻ ചായ നിങ്ങൾ അമ്മേനോട് ഇട്ടരാൻ പറ. ഇതൊരു സാധനമാടി നീ. സാധനം എന്നറിയത് എന്തേ പറഞ്ഞ നിനക്ക് പിടിച്ചില്ലേ? നീ ചോദിക്കുമ്പോ എഴുത്താൻ ഇവിടെ മരമൊന്നുമില്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതേ. ആരും മരത്തുനിന്നല്ല പൈസ പറിക്കുന്നത്. എല്ലാരും അധ്വാനിച്ചിട്ട് തന്നെയാ ഉണ്ടാക്കുന്നത്. കിട്ടുന്ന ആളെയല്ലേ കുറ്റപ്പെടുത്തി നീ സംസാരിക്കുന്നത്. ഞാൻ എന്തൊക്കെ എടുത്ത് തലക്കടിക്കുവേ, എണിച്ച് പോയിക്കോ. പിന്നെ നിന്റെ തലക്കടി കൊള്ളാൻ വേണ്ടി ഇരിക്കില്ലേ ഇവിടെ ഞാൻ. ഒന്ന് പോടിയുവേ. നിങ്ങൾ ഒരോട്ടം പോയതല്ലേ, പിന്നെ എന്തിനും ഇങ്ങോട്ട് വന്നത് അടി കൂടാനോ? നിന്റെ തിരുമോന്ത കാണാൻ വേണ്ടിട്ട്. നിന്റെ തിരുമോന്ത മതി, തിന്നണ്ട. മതി, ഞാനല്ലേ കൊടുക്കാനുള്ളതാ. നോക്കിയതേ നീനെ കൊണ്ട് ഒറ്റ അടി വെച്ചു. വെറുതെ അടി കൊണ്ട് മരിക്കാനാക്കട്ടെ. പോ. ഈ കൈയെടുത്താണ്ടല്ലോ നിന്റെ ബാക്കി ഉണ്ടാവത്തില്ല. നീ കുത്തു. നീ മാന്തിയത് കണ്ടല്ല. അല്ല, ഡോക്ടറെ കൊണ്ട് കാണിക്കാടി. ഭ്രാന്താ നിനക്ക് തലക്ക്. കാര്യന്നുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ലേ. വേണ്ട, അത്രക്കായാ നീ കാണിച്ചു തരാടി. ഞാൻ നിങ്ങളോട് പൈസയല്ലേ ചോദിച്ചോളൂ, മോളെ ആവശ്യത്തിന് വേറെ എന്നല്ലോ ചോദിച്ചേ. നിനക്കത് മതിയല്ലോ, പൈസ മാത്രം മതിയല്ലോ. പൈസ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്റെ വീട്ടിൽ കൊണ്ടാക്കാനല്ല ചോദിച്ചേ. ആർക്കറിയാം ആവശ്യത്തിനാ ചോദിച്ചത്. നീ എന്തൊക്കെ ചെയ്യുന്നു ആർക്കറിയാടി. വേണ്ട വേണ്ട, എനിക്ക് ഇവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. ഞാനിവിടെ നിൽക്കുന്നേ. ഒരു OTP ഉണ്ടേ. 40. ഓക്കെ ചേച്ചി. ശരി. ചേച്ചി, ഇന്നലെ അച്ഛമ്മ എന്തിനാ നമ്മുടെ അടുത്ത് വഴക്കിട്ടെ? എനിക്കറിയാവോ? എടാ നീ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത്? എനിക്ക് വേറെ എവിടെയും പോയിരുന്നൂടെ? ദേ, അച്ഛമ്മയുടെ ബാധ ചേച്ചിക്കും കേറിയ. എന്തോന്ന്? അച്ഛമ്മയുടെ ബാധ ചേച്ചിക്കും കേറി. എനിക്കല്ല ബാധ കയറി, നിനക്കാ കയറിയത്. ചേച്ചിന്റെ
ചെറുക്കൻ എന്റെ വായിൽ നീ കേൾക്കും. വൃത്തികെട്ട മുഖമാണെന്ന് തോന്നുന്നു. പിന്നെ വൃത്തിയോടെ മുഖം അല്ലേ? ഇനിയും വൃത്തികെട്ട മുഖാന്ന് പറഞ്ഞിട്ടല്ലോ പുണ്ണി. എടി കൃഷ്ണ, ആ എന്തോ നിന്നെ ആരുടെ കൂടെ തല്ലൂടൂടി? അതിനല്ലേ ചേച്ചി ഇങ്ങനെ പല പോലെ വളർന്നിരിക്കുന്നത്. എടി ഞാൻ നിന്റെ കൂടെ തല്ലൂടാണ്ടാവില്ല. എവിടെ പോണ്? ഐ എം ഫ്ലൈങ് ടു UK, യുണൈറ്റഡ് കിങ്ഡം. അത് സ്വപ്നം കാണാൻ കൊള്ളാം, നടക്കില്ല. നീ പോടാ അവിടുന്ന്. ഞാൻ ശരിക്കും UK പോവാ. നീ വരെ UK പോവാ, നമുക്കൊന്ന് കാണാം. നീ എങ്ങോട്ടും പോകത്തില്ല, നീ ഇവിടെ തന്നെ ഇരിക്കും. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? അമ്മ സമ്മതിച്ചിട്ടുണ്ട്, അച്ഛനും സമ്മതിക്കും. പിന്നെ അമ്മ എനിക്ക് പൈസയൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെയാണ് ഇപ്പൊ രാവിലെ ഒച്ചമേളൊക്കെ ഞാൻ കേട്ടത് അടുക്കളയിൽ. അവര് നല്ല അടിയാണ്. ഇവിടെ പറഞ്ഞു പോടാ, നോണ പറയാണ്ട് ഞാൻ പോവാണ്. എന്താണ്? പോയില്ല. പിന്നെ കാണാം. ഞാൻ സമ്മതിക്കത്തില്ല, നീ ഇവിടെ അങ്ങോട്ടും പോകത്തൂല്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? അതെ, ഞങ്ങൾ സമ്മതിക്കത്തില്ല, പോകത്തില്ല ഇവിടുന്ന്. അതെ ആ അതെ, ഒക്കത്തിന് എന്തിന്റെ കേടാണ്? എന്താടാ ഈ ഞങ്ങള് പറയുമ്പോഴേ ആ ഞാനും കൂടെ ഉണ്ട്. എടാ, ഞാൻ അവിടെ പോയിട്ടേ മഞ്ഞൊക്കെ പെയ്യണ വീഡിയോ എടുത്ത് അയച്ചരാട്ടാ. ഈ എന്തോന്ന് മഞ്ഞ്? ഡു യു ഈവൻ ഹാവ് ദ അറ്റ്ലീസ്റ്റ് ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ് ടു സർവൈവ് ദേർ, റൈറ്റ് ഗൈസ്? യുകെയുടെ തലസ്ഥാനം അറിയോ നിനക്ക്? Talk with me in English. Communicate. Come on. Communicate. Communicate. Ba. Apuni ba. UK കാണാം. ചോ, എന്തൊരു സാധനങ്ങളാണ്! അസൂയിക്കും കുശുമ്പിനും കൈകാലും മുളച്ച സാധനങ്ങള്. അമ്മ എന്നാ അമ്മ ഒരു ഞെട്ടല്? എടി എനിക്ക് ഈടെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഞെട്ടലുണ്ട്. ശരിക്കും ശരിക്കും ഉണ്ടെന്നേ. എന്നാ പിന്നെ അത് പ്രായത്തിന്റെ ആയിരിക്കും. പിന്നെ പ്രായത്തിന്റെ ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട, എനിക്കിപ്പോ പോണ്ട. പോണ്ട പോണ്ട പോണ്ടേ പോണ്ട. അമ്മ ഓ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അതുണ്ട്, പറയാം. പറയടി കാര്യം. പറയാമേ. ആ, നീ പറയാൻ എന്തിനു നോക്കി നിൽക്കുന്ന? പറയാമല്ലേ? അമ്മേ, ഓ, എന്നാണ് അലമാരിയൊക്കെ തൂത്തുടച്ചൊക്കെ നിൽക്കുന്നേ? എന്താടാ? ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. ഇവളും കാര്യം പറയാൻ വന്നാ. ഇവളുടെ കാര്യം കേട്ടിട്ട് നിന്റെ കാര്യം കേൾക്കാം. ആയിക്കോട്ടെ, പറയടി കാര്യം പറ. ഞാനത് മറന്നുപോയി. ആ ആ ആ അപ്പൊ നിന്നെയാണ് ആദ്യം ആശുപത്രി കൊണ്ടുണ്ട്. പ്രായമായില്ലേ, മറവി കാണും. വയസ്സാകുമ്പോ വരുന്നൊരു രോഗ. എന്നാ പിന്നെ ഞാൻ വന്ന കാര്യം പറയാം. ആ പറ. അമ്മയുടെ അനിയന്റെ പേരക്കിടാവിന്റെ കല്യാണത്തിന് അവരമ്മ ഒരു കാർന്നോരായിട്ട് കണ്ടുകൊണ്ടാണ് കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നത്. അമ്മ അതുകൊണ്ട് അതിന് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. പോകാതിരിക്കുന്ന തെറ്റാണ്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ കാലയിലെ ചെരുപ്പ് പൊട്ടിപ്പോയെന്ന്. ഇനി ചെരുപ്പില്ലാതെ ഞാൻ കല്യാണത്തിന് പോകണം. എന്റെ അമ്മ കാലിന്റെ അളവ് തന്നാ പോരെ, ഞാൻ പുതിയ ചെരുപ്പ് മേടിച്ചോണ്ട് തരാം. ആ, എന്റെ കാലിന് അളവൊന്നുമില്ല. എന്നാലും അത് കല്യാണത്തിന് പോവാതിരിക്കുന്നത് മോശം അമ്മ. എന്നാലും പണിഞ്ഞേ, അമ്മയും കൂടെ വാ. നമുക്ക് എറണാകുളമൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് പുതിയൊരു ചെരുപ്പൊക്കെ മേടിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് വരാം. എന്തേ? വേണ്ട, ഞാൻ വരുന്നില്ല. കല്യാണത്തിന് മോശമായെന്ന് നീ പറയണ്ട, ഞാനത് അങ്ങോട്ട് സഹിച്ചു. അല്ല, അമ്മക്ക് ഒരു ജോഡി ചെരുപ്പേ ഉള്ളൂ? ആ, എനിക്ക് ഒരു ജോഡിയുള്ളൂ. ഈ അലമാരിക്കകത്തെങ്ങാണ്ട് മുമ്പ് ഒരു ചെരുപ്പിരിക്കുന്ന ഞാൻ കണ്ട പോലെ എനിക്കൊരു തോന്നുന്നില്ല. എന്താ? ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്നാണ് ഇത്? ഇങ്ങനെയാണ് അച്ഛനെയൊക്കെ വിളിക്കുന്നത്? ഒരു കൊല്ലാൻ വരുന്ന പോലെ. എന്താ കാര്യം? അച്ഛൻ വന്നേ, ഈ കാര്യം പറയണ്ടെന്ന് പറഞ്ഞില്ലേ, വന്നേ. ആ, ഞാൻ പറയാനുള്ള പറഞ്ഞേക്കാം. അമ്മ പോവാതിരിക്കുന്ന തെറ്റാണ്, അതുകൊണ്ട് പോണം. വരുന്നടാ കേട്ടാ. ആ, പൊക്കോളാം. നീ പോ. പിള്ളേരുടെ കാര്യം എന്തുവാടാ? എന്താണ് നീ അവിടെ ഇരിക്കുന്നത്? അടുക്കള പണിയൊന്നും ഇല്ലേ? അല്ല, ഉണ്ട്. വന്നപ്പോ പോവല്ലേ? കൊടി. ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം മറന്നത് തന്നെയാണ്. ആ, ഓർക്കുമ്പോ പറയാം. ആ, ഓർക്കുമ്പം പറഞ്ഞാ മതി കേട്ടോ. ആ, പൊക്കോ. ശരി. എന്താ അമ്മേ? എടി പെണ്ണ, ഇതിന്റെ താക്കോല് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇത് പോ അങ്ങോട്ട്. ഇതൊരു കഥയാ. ഇതിന് താക്കോല് താക്കോല് നോക്കണ്ട, നീ നിന്റെ കാര്യം നോക്കി പെണ്ണ. അമ്മേ, അതിലെന്തോ ഇല്ലേ? ഒന്നും ഇല്ല എന്റെ പൊന്നേ. എന്റെ താക്കോല് കാണാൻ. അത് താക്കോല് വേണ്ടല്ലോ. അത് ഒന്നാമത് അത് തുറന്ന് വെച്ചിട്ട് തന്നെയല്ല. പിന്നെ തുറപ്പിക്കണ്ട, എന്നെ തുറപ്പിക്കണ്ട. പൊടി പൊടി പൊടി. എന്നാലും
അല്ല ഇതെന്തൊരു കഥയാ നോക്കി ആ നീ നോക്കും എന്നാ അമ്മേ അതില് ഒന്നുമില്ലെന്ന് പറഞ്ഞു കേട്ടാ. അല്ലേ അല്ല ഫോണും കണ്ണടിയെല്ലാം ഇവിടെ ഉണ്ട്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇതെന്തൊരു കഥയാന്ന് പറ. ഞാൻ അടിച്ചു വാരിയതാന്നല്ല പിന്നെന്നാ. എടി നിനക്ക് അല്ല അമ്മ എന്തോ ഒരു പരങ്ങുന്നുണ്ട്, എന്നാന്ന് മനസ്സിലാവുന്നില്ല. അതാ എനിക്ക് ഒരു പരിങ്ങലും ഇല്ല. ഇതെന്തോ കഥയാന്ന് പറ. മനുഷ്യനോട് എന്റെ മുറിയിലല്ലേ ഞാൻ നിൽക്കുന്നു, എന്റെ മുറിയിലൊന്നും അല്ലല്ലോ നിൽക്കുന്നു. പരിങ്ങലും ചാർജറാങ്കിൽ അപ്പുറത്താണുള്ളത്, എടുത്തോണ്ട് തരാം. ആ അതെടുത്തോണ്ട് പോ പോ. പൊക്കോടി കുഞ്ഞേ പോ. എന്താ ഒരു പരുങ്ങല്. അടി വീണടി വീണടി. എങ്ങനെ അവിടെ ഒന്ന് ഇരുന്ന കലുയ്യോ ഇങ്ങോട്ട് പാടി നീ ഇവിടെ ഇരി. കാലിന് എന്തോ പറ്റി. നീ എവിടെ ഇരി. ഞാൻ ഇരിക്കുന്നുണ്ട്. അച്ഛാ ഓ അച്ഛാ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ യൂറോപ്പിൽ ഭയങ്കര സ്കോപ്പാ അച്ഛാ. അതിന് അതിന് എനിക്ക് യൂറോപ്പിൽ പോണം. അല്ലേ നിനക്ക് ഈ ഹോട്ടൽ പണിയൊന്നും ഇഷ്ടമല്ലെന്നല്ലേ നീ പറഞ്ഞത്? ആര് പറഞ്ഞു? യൂറോപ്പിലാണെങ്കിൽ എനിക്ക് ഹോട്ടൽ പണിയൊക്കെ ഇഷ്ടം. ഓ അത് ശരി. യൂറോപ്പിലാണെങ്കിൽ നിനക്ക് അവിടുത്തെ ഹോട്ടലുകളുടെ കക്കൂസും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഒരു മടിയില്ല എന്നല്ലേ? ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ച അഗ്രികൾച്ചർ കണ്ണും പൂട്ടി 3 ലക്ഷം കൈ കിട്ടും. നീ ഇവിടുത്തെ മണ്ണിൽ നിന്നുള്ള അഗ്രികൾച്ചർ അല്ലേ പഠിച്ചത്? അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്താൽ മതി. കറൻസി വേരിയേഷൻ എന്തോ അച്ഛൻ അറിയത്തില്ല. മിണ്ടരുന്ന് മര്യാദക്ക് ഇവിടെ നിന്ന് പഠിച്ച് PSC ടെസ്റ്റ് എഴുതി സർക്കാർ ഉദ്യോഗം മേടിക്കുന്നു. പിന്നെ ഒരു കാര്യം, കക്കൂസ് പണി അത്രയ്ക്ക് മോശം പണിയൊന്നും അല്ല. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛനല്ലേ ഇപ്പൊ പറഞ്ഞത്? എടി നിനക്ക് ഇവിടെ ഈ എന്താ പറയാ ഹോട്ടൽ പണി ഒന്നും ഇഷ്ടമല്ല നീ എന്നോട് പറഞ്ഞു. കാരണം അവിടെ ക്ലോസറ്റ് കഴുകണം, വാഷ് ബേസിൻ കഴുകണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവിടെ സായിപ്പിന്റെ നാട്ടിൽ പോയാൽ നിനക്ക് ഇതെല്ലാം കഴുകാവോ? എന്റെ പൊന്നച്ഛ, ഇവിടുത്തെ ശമ്പളം അവിടുത്തെ ശമ്പളം തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഒരുപാട്. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ? അപ്പൊ എന്റെ കാര്യോ? എനിക്കൊക്കെ ഫ്രാൻസിൽ പോയി ഐഫിൽ ടവർ കണ്ടിട്ട് ഒരു പെണ്ണിനെയൊക്കെ കിട്ടി അല്ലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖിക്കാം. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഈ വിവരം കെട്ടവനെ സംസാരിക്കാൻ കൊണ്ടുവന്നിരിക്കുക അല്ലേ? ഞങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഇവ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കും. നീ എന്തിനാ പഠിക്കുന്നത്? ഞാൻ എന്തിനാ പഠിക്കണം? നിനക്ക് പോലും ഓർമ്മ 4ാം ക്ലാസ്സിലാന്നോ? ആന്നോ? ഇവരൊക്കെ ഡിഗ്രി പാസ്സായി നിൽക്കുന്ന പിള്ളേരാ. അതുകൊണ്ടാ ഇവര് ലണ്ടനിൽ പോകണമെന്നൊക്കെ പറയുന്നത്. നീ ആദ്യം 4ാം ക്ലാസ്സിലെ പരീക്ഷ എല്ലാം പാസ്സാകാൻ നോക്ക്. അതെ, ഇവരുടെ ബുദ്ധിയും നാവും കണ്ടാലേ LKG സ്റ്റുഡൻസ് പോരാ. ഏതൊക്കെ വളർന്നയാളാ കുണ്ണി നിൽക്കുന്ന നാണോ ഉണ്ടോ? ഒന്നേ അവിടെ അല്ല അവിടെ നിൽക്കും ചുമ്മാ. അയ്യേ ഇവനെ കൂട്ടുപിടിച്ച നിങ്ങളെ വേണം ആദ്യം അടിക്കാൻ. അതെ എൻ്റെ പൊന്നു മക്കൾ ഒന്ന് മനസ്സിലായിക്കോ. നിങ്ങളെന്നല്ല നിങ്ങളുടെ ചേച്ചിയെ പോലും ലണ്ടനിൽ വിടാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല നമ്മളിപ്പോൾ. പിന്നെ അമ്മ ഞങ്ങളോട് രാവിലെ പറഞ്ഞു അമ്മ അങ്ങനെ പലതും പറയും. എന്നിട്ട് പൈസക്ക് അമ്മ എൻ്റെ അടുക്കലാണല്ലോ വന്നത്. അതുകൊണ്ട് അമ്മ പറഞ്ഞൊന്നും മിണ്ടണ്ട. നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടെ വല്ല PSC ടെസ്റ്റ് എഴുതി വല്ല സർക്കാർ ജോലിയൊക്കെ മേടിച്ച് മര്യാദക്ക് ഇന്ത്യയിൽ നിന്ന് പണിയെടുക്കുക. കേട്ടല്ലോ? അല്ലെങ്കിൽ അച്ഛൻ അവളെ അല്ലേ വലിയ കാര്യം. മധു എപ്പോഴും മധു. അതെ. എടാ അവൾക്ക് ഇത്തിരി വിവരം ഉണ്ടാ നിങ്ങളെക്കാളും. അതുകൊണ്ടുള്ള സ്നേഹമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഓഹോ, നിങ്ങളെ പോലെ അവസരവാദികളല്ല. നേരത്തെ ഇവനായിരുന്നല്ലോ വിവരം, സർക്കാർ ഉദ്യോഗസ്ഥ എടുക്കാൻ വേണ്ടിട്ട്. വിവരം ഉള്ളതുകൊണ്ടാ PSC ടെസ്റ്റ് എഴുതാൻ പറഞ്ഞത്. പക്ഷെ അത് വിട്ടുപോയി. ഇപ്പം അച്ഛൻ പൈസ കാണോ? അത് ഞങ്ങൾ കഷ്ടപ്പെടണം. നിങ്ങൾ കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ട് ജോലി മേടിക്കണം, എന്നിട്ട് സുഖിച്ച് ജീവിക്കണം. ഇതൊക്കെ കണ്ട് സന്തോഷിക്കണം. അതായത് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. എന്നാ പിന്നെ മധുവിന്റെ അടുത്ത് പറഞ്ഞൂടെ? മധുവിന്റെ ഒക്കെ പറഞ്ഞല്ലോ. മധു എങ്ങും പോകാൻ പോകുന്നില്ല. മധു ഇവിടെ തന്നെ ജോലി എടുക്കും. അതാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത്. അവളെ ലണ്ടനിൽ വിടാൻ പറ്റുന്ന പൈസയൊന്നും എൻ്റെ ഇല്ല. അവൾ ഇവിടെ ജോലി എടുക്കും, ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കും. നമ്മളെല്ലാവരും സ്നേഹമായിട്ട് ഈ വീട്ടിൽ തന്നെ ജീവിക്കും. കേട്ടാ? അപ്പൊ അത്രയും ചിന്തിച്ചാൽ മതി. അല്ലല്ല അതെ നിങ്ങളുടെ ചേച്ചിയല്ലേ മധു? ഇത്രക്കൊക്കെ കുശുമ്പ് പാടണ്ട അവളോട്. അപ്പൊ ചേച്ചി നമ്മുടെ അടുത്ത് എത്ര അഹങ്കാരം പറയും അല്ലേ? കുരിപ്പട അടി വാങ്ങി കേട്ടാ. മൂത്ത ചേച്ചിയാ, മര്യാദക്ക് അമ്മയെ പോലെ സ്നേഹിച്ചോണം. പറഞ്ഞ മനസ്സിലായ? ഇത് ഞോണ്ടുന്നത് ഇതോടാ നാണമില്ലല്ലോടാ. നിനക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ഒരു ബോധവും പൊക്കണോ ഇല്ലാത്ത 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ട് ഇറങ്ങി. അവൻ തനിയെ വന്നതാ. അതെ, ഞാൻ സർക്കാർ ജോലി മേടിക്കില്ല. വേണ്ട, നീ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്നോളൂ. എനിക്കൊക്കെ വേണ്ട ഒരു ഹൈ പ്രൊഫൈൽ നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന. അതിന് അത്യാവശ്യം വിദ്യാഭ്യാസം വേണം, വിവരം വേണം. അതുകൊണ്ടേ മര്യാദയ്ക്ക് പഠിച്ച് 4ാം ക്ലാസ് പാസ്സാകുന്നു. ഞാനേ എപ്പോഴും പഠിക്കാറന്നെയാ. അച്ഛന്റെ ഭാര്യയോട് ചോദിച്ചാൽ മതി. ഞാൻ അറിഞ്ഞു കഴിഞ്ഞ തവണത്തെ മാർക്ക് കണക്കിന്
കേട്ടാ? ആദ്യം ജയിക്ക്. ചമ്മിപ്പോയില്ലേ? ചെറുപ്പേ, ബാ, സാരമില്ല. ഇനി ഓവറായിട്ട് നീ സംസാരിക്കണ്ട കേട്ടോ. ബാ. സോളാക്കി തന്നവൻ. ഐഷ്, നാട്ടിച്ചു. അച്ഛമ്മ ഈ ചെരുപ്പിട്ട് നോക്കിയേ. അച്ഛമ്മ ഈ കറക്റ്റ് ഭാഗമായിരിക്കും. എടുത്തോട്ട് പോയി ചെരുപ്പ്. അച്ഛമ്മ എന്റെ അച്ഛമ്മന്റെ സെയിം സൈസാണ്, കറക്റ്റ് ആയിരിക്കും. ദേ സിബൂരി അതി. എനിക്ക് വേണ്ട ഈ ചെരുപ്പ്. അമ്മ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടമ്മേ, അത് സിബാന്ന്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല ഇത്. എനിക്കിത് വേണ്ട. അതിന് ബാക്കിൽ ബെൽറ്റ് ഉണ്ട്, സിബ് വന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ അയച്ചിട്ട് പിടിച്ച് വലിച്ചിടാൻ പറ്റും. കറക്റ്റ് ആയിരിക്കും. എനിക്ക് വേണ്ട. ഏയ് ഇതെന്താ ഈ ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്? അച്ഛൻ എന്റെ ചെരുപ്പ് അച്ഛമ്മോട് ഇട്ട് നോക്കാൻ പറഞ്ഞതാ. കറക്റ്റ് സൈസായിരുന്നു. ആ ചെരുപ്പും വേണ്ടാന്ന്. ഒരു പണി ചെയ്യാം, ദേ എന്റെ ഈ ചെരുപ്പ് ഒന്ന് ഇട്ട് നോക്കി. നിന്റെ ഈ കെട്ടോളം പോലത്തെ ഈ ചെരുപ്പ് ഞാൻ ഇട്ടുകൊണ്ട് നടക്കണമെന്നോ? എനിക്ക് മനുഷ്യരുടെ വെട്ടത്ത് ഇറങ്ങി നടക്കണ്ടേടാ. ഇത്രയും പ്രായമായില്ലേ അമ്മേ? വയസ്സായി കഴിഞ്ഞാൽ എന്ത് വേണം ഇടാ, ആരും ഒന്നും പറയത്തില്ല. ആർക്ക് വയസ്സായി? എന്റെ അമ്മയല്ലേ? ഈ ചെരുപ്പ് പറ്റുവാ? ചെരുപ്പ് പൊക്കോണം. ചെരുപ്പും കൊണ്ട് അല്ല, വേറെ 2 ചെരുപ്പുണ്ട് അകത്ത്, അത് പറ്റുവാ? നീ ചെരുപ്പിന് അച്ഛമ്മ പുതിയ ചെരുപ്പാ. ഞാനും ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ അമ്മേ. നല്ല ചെരുപ്പാ അത്. എടി നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞു ചെരുപ്പ് വേണ്ട 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 വേണ്ട. പിന്നെ വന്നിരിക്കുവാ ചെരുപ്പ് പിടിക്കാൻ വരുന്നു രണ്ടും കൂടെ. അമ്മേ അല്ല ഞാൻ എടുത്തോളാം. പോടാ, കൊണ്ടുപോടാ. ഇത് ഇങ്ങോട്ട് പോടാ. എടുക്കടി. അത് ഞാൻ കൊണ്ടുപോകலாம். നീ കൊണ്ടുപോടാ. എനിക്ക് ഇതൊന്നും വേണ്ട. എനിക്ക് അമ്മ ഇവിടെ ഇരിക്കമ്മേ. ആ മധുവിന് UK പോവാൻ ഒരു വിസ വന്നിട്ടുണ്ട് അമ്മേ. അപ്പൊ അതിന് കുറച്ച് പൈസയുടെ. ഓ, അതാണ് രണ്ടുപേരും ഈ ചെരുപ്പം കൊണ്ട് സോപ്പിടാൻ വന്നല്ലേ? കാര്യം എനിക്ക് പിടികെട്ടി. അയ്യ, ചെരുപ്പും എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയണേ? ഭയങ്കര മോശമായി പോയി. അതെ, ചെരുപ്പും പൈസയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അമ്മ ചെരുപ്പിടാണ്ട് നടക്കുന്നത് കൊണ്ട് പുതിയ ചെരുപ്പ് അവിടെ 2-3 ഉള്ളത് കൊണ്ട് ഒന്ന് എടുത്തോന്ന് നമ്മൾ വിചാരിച്ചു. വിചാരിക്കാണ്ട് അവിടെ ഇരുന്നോ. എനിക്ക് നിങ്ങളുടെ ചെരുപ്പം വേണ്ട, ഒന്നും വേണ്ട. ഒരു ചെരുപ്പുണ്ടാക്കാൻ വന്നിരുന്നു.